അടിപൊളി പടമാണ്. എന്നുവെച്ചാ ഫൈറ്റ് ഒരു രക്ഷയില്ല. ആദ്യം മുതൽ അവസാനം വരെ രക്ഷയില്ലാത്ത. ലേഗ് തോന്നില്ല. പക്ഷെ ഹാഫിന് ശേഷം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അടുത്തെന്ത് നല്ല പടം. നല്ല പടം. അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ട്. എൻഗേജിങ് ആയിട്ട് പോകണം. പയ്യന്മാർ നല്ലൊരു അടിപൊളിയാണ്. ഒരു റിവെഞ്ച് ലോക്കൽ ക്യാൻസർ പടം. ഫൈറ്റ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി സ്പീഡാക്കായിരുന്നു. നല്ല മെയിൻ ആയിട്ട് വന്ന പയ്യന്മാർ നല്ലൊരു പടമാണ്. സുരാജേട്ടന്റെ ഇതുവരെ കാണാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. പുതിയ പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിലും കറക്റ്റ് പ്ലേസ്മെന്റ് ഒക്കെ അടിപൊളിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ലാഗൊന്നുമില്ല. നല്ല അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ നല്ല പടമായിരുന്നു. ലൈക്ക് ടീംസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയ വെരി ഗുഡ് എക്സ്പീരിയൻസ്. എല്ലാവരും കാണുന്നത് തന്നെ പറയാം. അടിപൊളിയായിരുന്നു. ലൈക്ക് സുരാജ് ആയാലും ന്യൂ ആക്ടേഴ്സ് ആയാലും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ലൈക്ക് എൻഗേജിങ് ആയിരുന്നു ത്രൂ ഔട്ട്. എവരിബഡി ഷുഡ് വാച്ച്. എല്ലാവരും അടിപൊളിയായിരുന്നു. ലീഡ് ആയാലും ഓൾ ഫോർ ഓഫ് ദം എവരിബഡി. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നല്ല ആക്ഷനും ഫൈറ്റും ഒക്കെ അടിപൊളിയാണ്. കൊള്ളാം. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. സുരാജേട്ടൻ കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫൈറ്റും കാര്യങ്ങളും ഡയലോഗും എല്ലാം കൊള്ളാം. അടിപൊളിയാണ്. കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. കണ്ടോണ്ടിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നല്ല പടമാണ്. ആക്ഷൻ നല്ലതാണ്. കുഴപ്പമില്ല. 4 പേരുടെ അഭിനയമുള്ള സുരാജിന്റെ അഭിനയം കൊള്ളാം. 4 പേരും കൊള്ളാം. 4 പേരും കൊള്ളാം.